ഇന്ത്യയിലെ ഏറ്റവും വലിയ സാൾട്ട് വാട്ടർ ബാരിയർ ഏതാണ്? അതായത് ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ ഏതാണ്? ഉത്തരങ്ങൾ നിങ്ങൾക്കുണ്ടാകുമോ? PSC ചോദിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ചോദിക്കാത്തതായിരിക്കാം. തണ്ണീർമുക്കം ബണ്ട്. ആ തണ്ണീർമുക്കം ബണ്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് തണ്ണീർമുക്കം ബണ്ട് കണ്ടുകൊണ്ട് ഇതെല്ലാം കേൾക്കാം. ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തെയും, അതായത് ചേർത്തലയ്ക്ക് 6 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് കാണുന്ന സ്ഥലമാണ് തണ്ണീർമുക്കം. കോട്ടയം ജില്ലയിലെ വെച്ചൂര്, വെച്ചൂര് പള്ളി ഒരു പ്രശസ്തമായ പള്ളിയാണ്. ആ വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് തണ്ണീർമുക്കം ബണ്ട്. ബണ്ട് റോഡ് എന്നൊക്കെ പറയുമായിരുന്നു ആദ്യകാലങ്ങളിൽ. ഒരു സ്ഥലത്ത് പാലം, ഒരു സ്ഥലത്ത് കുറെ കരയിൽ ബണ്ട് പോലെ, അതായത് ചിറ പോലെ, അതിനുശേഷം വീണ്ടും റെഗുലേറ്റർ. ആ രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു വലിയൊരു പാലം പുതിയത് പണിത്, അതെല്ലാം ഇപ്പൊ ഓക്കെ ആയി. നടുക്കിങ്ങനെ വളഞ്ഞു വരുന്ന ഒരു റോഡുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വളരെ മനോഹരമാക്കി. ആ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കാണുന്നത്. 1400 മീറ്റർ ദൂരമുണ്ട്. മറ്റുള്ള എല്ലായിടത്തും വീതി കൂടുതലാണ്. വീതി ഏറ്റവും കുറഞ്ഞ പ്ലേസ് വെച്ചിട്ടാണ്, അതിന്റെ മണ്ണിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് അത് ചെയ്തത്. എന്നാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് എന്നതിലേക്കാണ് ഞാൻ വരുന്നത്. കുട്ടനാട്ടിലെ കൃഷിയിലേക്ക് കായലിലെ ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് ഈ ബണ്ട് നിർമ്മിച്ചത്. ബണ്ടിന്റെ നിർമ്മാണവുമായിട്ട് നോക്കുമ്പോൾ പോകേണ്ടത് പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് സാങ്ഷനായത്. വേമ്പനാട്ട് കായലിന് കുറുകെയാണ്. 1400 മീറ്റർ ദൂരം ആണ്, അതായത് വീതിയാണ്. 1 കിലോമീറ്റർ പിന്നെ 400 മീറ്റർ കൂടി കൂടിയാണ്, അതായത് 1.5 കിലോമീറ്ററിന് അടുത്താണ് വീതി വരുന്നത്. അത് സാൾട്ട് വാട്ടറും, റൈറ്റ് സൈഡ് ശുദ്ധജലവും, ലെഫ്റ്റ് സൈഡ് സാൾട്ട് വാട്ടറുമാണ്. അതായത് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ, പടിഞ്ഞാറേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചും. അതിന്റെ തെക്ക് വശം വരെ ഹൗസ് ബോട്ടും എല്ലാം വരും. അവിടെ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നതാണ് പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇത് വിനോദസഞ്ചാരത്തിനും കാർഷിക മേഖലയ്ക്കും, പ്രത്യേകിച്ച് കുട്ടനാട്, വളരെ പ്രധാനമാണ്. പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ കായലിലാണ്. ഞങ്ങളുടെ അരൂരിന്റെ കിഴക്ക് ഭാഗത്തൂടി പോകുന്നത് വേമ്പനാട്ട് കായലിലാണ്. ആ കായലിന്റെ കൈവഴിയാണ് കൈതപ്പുഴ എന്ന് പറയുന്നത്. ഈ കായലിന്റെ ആകെയുള്ള വിസ്തൃതി എന്ന് പറയുന്നത് 2033 ചതുരശ്ര കിലോമീറ്റർ ആണ്. 96.5 കിലോമീറ്റർ നീളവുമുണ്ട്. ഇതിന്റെ പേര് മറ്റ് പല പേരുകളിലാണ് ഇത് പലയിടങ്ങളിലും അറിയുന്നത്. കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്ന് പറയും, കൊച്ചിയില് കൊച്ചിക്കായൽ എന്ന് പറയും. ഇതിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇതിനടുത്താണ് കുമരകം പക്ഷി സങ്കേതമുള്ളത്, പാതിരാമണൽ ദ്വീപുള്ളത്, ഹൗസ് ബോട്ട് യാത്രകൾ. 2002 രാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തി ഇത്. അതോടെ ടൂറായി വളരെയധികം പേര് കാണാനായി വരുന്നു. എപ്പോഴും വിദേശികൾ വരികയാണ്. ഈ കായലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളുണ്ട്. എന്താണ് ഈ കായലും നദികളും തമ്മിൽ വ്യത്യാസം? നദികൾ എന്ന് പറയുന്നത് ഫ്ലോ ആണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. കായലാണെങ്കിലോ വളരെ സാവധാനമേ ഒഴുകൂ. അത് കടലിലേക്കാണ് ചേരുന്നത്. ഉപ്പുരസം അതിനുണ്ട്, അതായത് കഠിന ജലമാണ്, അതുകൊണ്ട് അതിന് ഉപ്പുരസമുണ്ട്. ആ പ്രത്യേകതകളാണ് കായലും പുഴയും തമ്മിലുള്ള വ്യത്യാസം. ഈ കായലിൽ വന്നു ചേരുന്ന പുഴകൾ അല്ലെങ്കിൽ ആറുകൾ, നദികൾ എന്ന് പറയുന്നത് അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ, പമ്പാനദി, പെരിയാർ.
എന്നീ 6 നദികളാണ് നമ്മുടെ വേമ്പനാട്ട് കായലിൽ വന്നു ചേരുകയും വേമ്പനാട്ട് കായലിൽ നിന്ന് കടലിലേക്ക്, അറബിക്കടലിലേക്ക് എത്തുകയും ചെയ്യുന്നത്. കായലുകളെല്ലാം കടലുമായിട്ട് ബന്ധമുള്ളതാണ്. വേമ്പൻ എന്ന രാജാവ് പുരാതന കാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്നു. അദ്ദേഹം ഒരു പാണ്ഡ്യ രാജാവാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നിന്നാണ് വേമ്പനാട് എന്ന പേര് ഉണ്ടാകുന്നത്. വേമ്പനാട് എന്ന പേര് വേമ്പന്റെ നാട് എന്നതിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് വേമ്പനാട് എന്നുള്ള കായലും വന്നത്. തണ്ണീർമുക്കം ബണ്ടും പഞ്ചവത്സര പദ്ധതിയുമായിട്ട്, അതായത് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധമുണ്ട്. ഈ 5 ഇയർ പ്ലാൻ എന്ന് തുടങ്ങി? 1938 5 ഇയർ പ്ലാൻ തുടങ്ങിയത്. അതെവിടെയാണ് തുടങ്ങിയത്? USSRലാണ്. USSRലെ ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന USSR പ്രസിഡന്റ് ആണ് ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കരുതും, ഈ USSR പ്രസിഡന്റ് ആണോ കേരളത്തിലെ തണ്ണീർമുക്കം ബണ്ട് പണിതതെന്ന്? എന്നാൽ അങ്ങനെയല്ല. ലോകത്തിൽ ആദ്യമായി 5 ഇയർ പ്ലാൻ ചെയ്ത വ്യക്തിയാണ് ജോസഫ് സ്റ്റാലിൻ, USSR പ്രസിഡന്റ്. അതിനുശേഷമല്ലേ, കുറെ നാൾക്ക് ശേഷമാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനുശേഷമാണ് 1950 നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. റിപ്പബ്ലിക് ആയതിനു ശേഷം, സ്വന്തമായ ഒരു ഭരണഘടനയ്ക്ക് ശേഷം, പ്രസിഡന്റ് ഉണ്ടായതിനു ശേഷമാണ്, ഞാൻ അതേപ്പറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷമാണ് 5 ഇയർ പ്ലാൻ വരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 to 1956 ആണ്. ആ കാലത്ത്, അതായത് ആദ്യ 5 ഇയർ പ്ലാനിലാണ് തണ്ണീർമുക്കം ബണ്ട് പണിയുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒന്നായിരുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ തന്നെ അത് പ്ലാൻ ചെയ്തു. പക്ഷേ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അത് നടന്നില്ല. അതിന് പകരം നെക്സ്റ്റ് 5 ഇയർ പ്ലാൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 1956 വരെയാണ്. ഭരണഘടനയും ഒക്കെ ഉണ്ടായ ശേഷം ആണ് 5 ഇയർ പ്ലാൻ വരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയില് ജവഹർലാൽ നെഹ്റുവും ലോകവ്യാപകമായി നോക്കുമ്പോൾ ജോസഫ് സ്റ്റാലിനുമാണ്. 1956 തീരുന്ന 5 ഇയർ പ്ലാനില് അത് നടത്താനായില്ല. അതിന് പകരം സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത്. അതായത് 1956 to 1961. അതില് 1958 കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് കായലിലെ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ട് 1958 ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1975 ഈ ബണ്ട് പൂർത്തിയാക്കുന്നത്. കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പല തർക്കങ്ങൾ ഇവിടെയുണ്ട്. പാരിസ്ഥിതികപരമായ ചർച്ചകൾക്കും പലപ്പോഴും വേദിയാകാറുണ്ട്. കാര്യം എന്താണ്? പലപ്പോഴും ഈ ബണ്ടിനപ്പുറത്തേക്ക് ഇവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. അതായത് ഒരു കാർഷിക സമയത്ത്, അതായത് നെല്ല് വിതയ്ക്കുന്ന സമയത്താകുമ്പോൾ ഈ ഒരു ബണ്ട് ക്ലോസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പോവില്ല, മത്സ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അവിടെ നിന്നുള്ള മത്സ്യം ഇങ്ങോട്ടും വരില്ല, ഇവിടെ നിന്ന് മത്സ്യങ്ങൾ അങ്ങോട്ടേക്കും പോവില്ല. അതുകൊണ്ടാണ് അവര് ആ ഒരു തലത്തില് പറയുന്നത്. ഈ ബണ്ടുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കോട്ടയത്തേക്ക് പോകാൻ പറ്റിയത്. കാരണം എൻ്റെ ഉപകാരം പറയാണ്. ആദ്യകാലം അതൊരു റെഗുലേറ്റഡ് ബ്രിഡ്ജ് ആയിരുന്നു, വെള്ളം തടഞ്ഞു നിർത്താനായിരുന്നു, ഉപ്പുവെള്ളവും ശുദ്ധജലവും തമ്മിൽ വേർതിരിക്കാനായിരുന്നു. എന്നാൽ അതിനോടൊപ്പം ചെയ്തിരിക്കുന്ന റോഡ്, പാലങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്കും, കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്കും വരാം. അല്ലായിരുന്നെങ്കിൽ എറണാകുളം ചുറ്റി പോകേണ്ടി വരും. ചേർത്തലക്കാർക്ക് അപ്പുറത്തേക്ക് പോകാൻ ബോട്ടില്ല, ഒന്നുമില്ല. ഇല്ലാത്ത കാലമായിരുന്നെങ്കിൽ അവരൊത്തിരി ചുറ്റി കറങ്ങിപ്പോണം. ആലപ്പുഴയിൽ ചെന്നാൽ പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ആ കാലത്ത് കുട്ടനാട് കൂടിയുള്ള ആ AC റോഡില്ല, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡില്ല. പിന്നെ വീണ്ടും തെക്കോട്ട് ചെന്നാലോ എടത്വ പാലമില്ല. അമ്പലപ്പുഴ തകഴി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ പാലമില്ല. അപ്പോൾ
ഒത്തിരി ചുറ്റിക്കറങ്ങിയാൽ മാത്രമാണ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകാനായിരുന്നത്. ആയതിനാൽ എന്തുകൊണ്ടും എല്ലാവർക്കും ഉപകാരമായ ഒന്ന് തന്നെയാണ് ഈ കാണുന്ന തണ്ണീർമുക്കം ബണ്ട്. നമ്മളുടെ അനുഗ്രഹമാണ് തണ്ണീർമുക്കം ബണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച, ചിന്തിച്ച ജവഹർലാൽ നെഹ്റുവിന് അഭിവാദനങ്ങൾ പറയുകയാണ്. ഇതിന്റെ പിന്നിലുള്ള എല്ലാ ബ്രെയിൻസിനും, എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഞാൻ, അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ്. തണ്ണീർമുക്കം നമുക്ക് അനുവദിച്ചു തന്നതിന്. ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ്. ഞാൻ ഈ കുമരകം എന്ന പ്രദേശത്തേക്ക്, കുമരകത്തെ പറ്റി അടുത്ത ദിവസം പറയാം. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത് തണ്ണീർമുക്കം ബണ്ട്, റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ബാരിയർ, അത് അല്ലെങ്കിൽ ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.